Shabeer, Sreekanth eye care hospital pediatric ophthalmologist and Oculoplastic surgeon. ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസിനെ പറ്റിയാണ്. എന്താണ് ഈ മയോപ്പിയ? നമ്മൾ അകലെയുള്ള ഒരു വസ്തു കാണുമ്പോൾ അതിന്റെ പ്രതിബിംബം റെറ്റിനയിലാണ് വന്ന് വീഴുന്നത്. ചില ആളുകളിൽ അത് റെറ്റിനയിൽ വീഴുന്നതിന് പകരം അതിന്റെ മുന്നിലായിട്ട് വീഴും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ദൂരെയുള്ള വസ്തു കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും അതിനെ മയോപ്പിയ എന്ന് പറയുകയും ചെയ്യുന്നു. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാഴ്ച വൈകല്യമാണ് ഈ മയോപ്പിയ. അതുപോലെ ദിനം പ്രതി മയോപ്പിയ കേസസ് വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് മയോപ്പിയ വരുന്നത് അല്ലെങ്കിൽ മയോപ്പിയ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ജനറ്റിക്, അതായത് ജനിതകമായ കാരണങ്ങൾ. ഇപ്പൊ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സിന് മയോപ്പിയ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികളിൽ സാധാരണ കുട്ടികളെ കാട്ടിയും 6 ഇരട്ടി മയോപ്പിയ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അടുത്തുള്ള ജോലി കൂടുതൽ ചെയ്യുന്നത്, നമ്മളൊരു അടുത്തുള്ള വസ്തുക്കളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ വീട്ടിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കുകയും പുറത്ത് കുറച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് മയോപ്പിയ വരാനുള്ള കാരണങ്ങൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മയോപ്പിയ ഉണ്ടോ, അല്ലെങ്കിൽ മയോപ്പിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടി TV വളരെ അടുത്ത് പോയിരുന്ന് കാണുക, അല്ലെങ്കിൽ ബുക്ക് വളരെ അടുത്ത് വെച്ച് വായിക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡ് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ടീച്ചറോ കുട്ടിയോ പറയുക, അല്ലെങ്കിൽ കണ്ണ് ഇറുക്കി നോക്കുക, കണ്ണ് സ്ക്യൂസ് ചെയ്ത് നോക്കുക, കണ്ണിടക്കിലേക്ക് തിരുമുക, അല്ലെങ്കിൽ തലവേദന. ഇതൊക്കെയാണ് മയോപ്പിയയുടെ ലക്ഷണങ്ങൾ. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് മയോപ്പിയ ഉണ്ടെങ്കിൽ അതെങ്ങനെ ചികിത്സിക്കാം? മയോപ്പിയയുടെ ചികിത്സ എന്ന് പറയുന്നത് മൈനസ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസസ് കണ്ണടകളായിട്ടോ അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പവർ സ്റ്റേബിളായി വലുതായി പവർ സ്റ്റേബിളായി വരുമ്പോൾ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് സർജറി പോലത്തെ സർജറികൾ വെച്ച് അത് ചികിത്സിക്കാവുന്നതാണ്. നിങ്ങളുടെ കുട്ടിക്ക് മയോപ്പിയ ഉണ്ടെങ്കിൽ അത് പ്രോഗ്രസ് അല്ലെങ്കിൽ കൂടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? പാരന്റ്സിന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ മയോപ്പിയയുടെ ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. ലക്ഷണങ്ങൾ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവരെ സ്കൂൾ ചേർക്കുന്നതിന് മുന്നേ അവരെ കാഴ്ചശക്തി പരിശോധിക്കുകയും, അതുപോലെ കണ്ണടയുള്ള കുട്ടികളിൽ കറക്റ്റ് 6 months അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ കണ്ണടയുടെ പവർ ചെക്ക് ചെയ്യുകയും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റുകയും ചെയ്യേണ്ടതാണ്. രണ്ടാമത്തത് സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഡിജിറ്റൽ ഡിവൈസസിന്റെ യൂസ് കുറയ്ക്കണം. ഈ ഓൺലൈൻ ക്ലാസിന്റെ സമയത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മൾ ആ 20-20 റൂൾ നമ്മൾ മാക്സിമം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. എന്താണ് ഈ 20-20 റൂൾ? 20 മിനിറ്റ് ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ 20 സെക്കൻഡ് നമ്മൾ കണ്ണ് 20 അടി ദൂരത്തോട്ട് നോക്കണം. അതുവഴി കണ്ണ് റിലാക്സ് ചെയ്യും, മയോപ്പിയ പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസ് കുറയുകയും ചെയ്യുന്നു. പിന്നെ നിയർ ആക്ടിവിറ്റി കുറയ്ക്കണം. അതുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യുകയും വേണം. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ തീരെ സ്ക്രീൻ ടൈം പാടില്ല എന്നും 2 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികളിൽ 2 മണിക്കൂറിൽ കുറച്ച് സ്ക്രീൻ ടൈം പാടുള്ളൂ എന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി മെഡിക്കലി മയോപ്പിയ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിന് പല മെത്തേഡ്സുകളുണ്ട്. പ്രോഗ്രസീവ് ലെൻസസ്, അല്ലെങ്കിൽ മൾട്ടിഫോക്കൽ അല്ലെങ്കിൽ ബൈഫോക്കൽ കോൺടാക്ട് ലെൻസസുകളുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മോർ പ്രോമിനന്റ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് ലോഡോസ് അട്രോപ്പിൻ ഡ്രോപ്സ്. അത് വളരെ ഫലപ്രദമാണെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ടതാണ്. താങ്ക് യു.